അതാ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വാക്ക്മാനാണ്. ഇത് ഒരു 20-25 വർഷത്തിനകത്തൊക്കെ പഴക്കം വരെയുള്ളൂ. നല്ല ഒരുപാട് പഴക്കമുള്ളതല്ല. ഇത് നമ്മുടെ സാധാരണ ആഡിയോ കാസറ്റ് ഇടുന്നതാണ്. പണ്ട് കാലങ്ങളിലുള്ള ആഡിയോ കാസറ്റ് ആയിരുന്നു കൂടുതലുണ്ട്. അത് ഉപയോഗിച്ച് ഇത് വർക്കാക്കുന്നതാണ്. ഇതിനകത്ത് റേഡിയോയും FM-ഉം ഉണ്ട്. ഇത് ഹെഡ്സെറ്റ് സ്പീക്കറല്ല, ഇത് ഹെഡ്സെറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് പാട്ട് കേൾക്കാൻ പറ്റുക എന്നുള്ളത്. ഇതിനകത്ത് സ്പീക്കറൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. 2 പെൻ ടോർച്ചിലെ ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ DC വാക്സ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അത് ഇവിടെ ഉണ്ട്, ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഇത് FM-ന്റെ ചാനൽ മാറ്റുന്ന ഇതാണ്. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ അറിയാൻ പറ്റും. പിന്നെ ഇത് വാല്യൂം കൺട്രോളാണ്. മറ്റേ FM, AM അങ്ങനെയൊക്കെയുള്ള സ്വിച്ചുകളുണ്ട്. കാസറ്റ് ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാസറ്റ് പ്ലേ ചെയ്യുന്നതിൻ്റെ ഇതൊന്ന് ഡെമോ ആയിട്ട് കാണിക്കാം. ഇത് നമ്മളിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളിത് കാസറ്റ് ഇട്ട് കഴിഞ്ഞാൽ വർക്കാവും. ഹെഡ്സെറ്റ് മാത്രം ഉപയോഗിച്ച് ഇത് കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ചെറുതായിട്ട് നമുക്ക് എന്തായാലും ഒന്ന് കാസറ്റ് ഇട്ട് നോക്കാം. ഇനി ഇത്രയേ ഉള്ളൂ, ഇത് കാസറ്റിയുടെ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് പ്ലേ ബട്ടൺ അമർത്തിയാൽ മതി. ഇതിപ്പോൾ വർക്കാവുന്നുണ്ട്. നമുക്ക് ഒരു ഹെഡ്സെറ്റ് വേണമെങ്കിൽ കൊടുത്ത് നോക്കാം. അത് പാട്ട് കേൾക്കാൻ സാധ്യത കുറവാണ്, കാരണം ഇതിനകത്തുനിന്ന് ചെറിയ വാല്യൂമേ വരുന്നുള്ളൂ, അതുകൊണ്ടാണ്. അല്ലാതെ ഇത് വർക്കിംഗ് കണ്ടീഷനൊക്കെ ആണത്. ഇവിടെയാണ് ഇത് കൊടുക്കുന്നത്. ചെറിയ പാട്ട് വെളിയിൽ കേൾക്കാമെന്ന് തോന്നുന്നു, ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഇതായതുകൊണ്ട്. ഒന്ന് ഓഫാക്കി നോക്കാം. ഓഫായി കഴിഞ്ഞ് ഇത് ഫോർവേഡ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇത് പാട്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ മാറ്റിക്കഴിഞ്ഞാൽ ഇത് FM ആവും. ഇത് ഇപ്പോൾ FM ആയി. ഇതിപ്പോൾ FM ആണിത് കേൾക്കുന്നത്. അങ്ങനെയൊക്കെയാണിത്. കുറച്ച് പഴയതാണെങ്കിലും നല്ല കണ്ടീഷനാണിത്. വേറെ ഒരു പ്രശ്നമൊന്നുമില്ല ഇതിനകത്ത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.